ഹലോ വെൽക്കം ബാക്ക്. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിലെ അവസാനത്തെ രണ്ട് മെത്തേഡ്സ്, സിമുലേഷൻ ടെക്നിക് ആൻഡ് ഡിസിഷൻ ട്രീ അനാലിസിസ്, ഇതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന പ്രോബബിൾ ഇവൻറ്റ്സ് സിമുലേറ്റ് ചെയ്യുക, മീൻസ് ഇമിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഡിഫറെൻറ്റ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിസ്ക് ഇൻഡിസസ്. ഇത് മോസ്റ്റ്ലി കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ലാർജ് നമ്പർ ഓഫ് സിനാരിയോസ്, പ്രോബബിൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും, അതിന്ന് NPV കാൽക്കുലേറ്റ് ചെയ്യും. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല, അതുകൊണ്ട് ഈ മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലംസ് ഞാനിവിടെ ചെയ്യുന്നില്ല. ഇതിൻ്റെ തിയറി മാത്രം മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ വരുന്ന ഓൾട്ടർനേറ്റീവ് കോഴ്സസിനെ, നമുക്ക് പല ഓപ്ഷൻസും ഉണ്ടാവും, ഈ ഓപ്ഷൻസിനെയാണ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡാണിത്. ഓക്കെ, അതായത് ഏതൊക്കെ നമുക്ക് പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവാം, ഏതൊക്കെ കോസ്റ്റുകൾ അതിന് ഇൻകറേജ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാണ്. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഇതിനൊരു ട്രീൻ്റെ ഷേപ്പിലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഐഡൻറ്റിഫൈങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് അതിൻ്റെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഇന്ന ക്യാഷ് ഫ്ലോസ് അതിൽ നിന്നൊക്കെ വരാം എന്നുള്ള ഓൾട്ടർനേറ്റീവ്സ് അവിടെ ഗ്രാഫിക്കലി കാണിക്കുക, ഒരു ട്രീൻ്റെ ബ്രാഞ്ചസ് പോലെ. നെക്സ്റ്റ്, ഈ ഡിസിഷൻ ട്രീയിൽ ഡിസിഷൻ പോയിൻറ്റ്സ്, മീൻസ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓരോന്നിൻ്റെയും കോസ്റ്റുകൾ അവിടെ കാണിക്കുക. പിന്നെ ഇതിൽ ലീഫായിട്ട് എന്ത് കാണിക്കാം, നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് കാണിക്കുക. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിൽ തരുന്ന പ്രോബബിലിറ്റിയും കാണിക്കുക. അതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ കാണിക്കുക. ഇങ്ങനെ മൊത്തം ഡാറ്റയെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക, അപ്പോൾ ഒരു ട്രീൻ്റെ ഷേപ്പിൽ വരും. ഇതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡ് പോലെ തന്നെയാണ് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. ഏകദേശം ഓരോ ഫ്യൂച്ചർ പ്രോബബിൾ ക്യാഷ് ഫ്ലോസ് കാണുന്നു, അതിനെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നു. ആ പ്രസൻറ്റ് വാല്യൂയിൽ മാറ്റിയതിനെ പ്രോബബിലിറ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കാണുന്നു. അതിൽ നിന്ന് കോസ്റ്റ് കുറച്ചിട്ട് NPV കാണുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ. ഇതിനെ ഒരു ട്രീ പോലെ ഡെപ്പിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ വരുന്നു. പ്രോബ്ലത്തിലേക്ക് പോവാം. A ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഒരു ന്യൂ മെഷീനറി പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ന്യൂ മെഷീനറീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. 2 വർഷമാണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ഫോർ 2 years അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്, അതായത് 3 തരത്തിൽ ക്യാഷ് ഫ്ലോ വരാം എന്നിവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ 20,000 ആവാം ഫസ്റ്റ് ഇയറിൽ, അല്ലെങ്കിൽ 25,000 ആവാം, അല്ലെങ്കിൽ 35,000 ആവാം. ഇത് 3ഉം ഫസ്റ്റ് ഇയർ ഡാറ്റയാണ്. 3 ചാൻസസ് അവർ കാണുന്നുണ്ട്. അത് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ 20,000 ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ 10,000 ആവാം, 24,000 ആവാം, 35,000 ആവാം. ഇങ്ങനെ 3 ചാൻസസ്. അതേപോലെ ഫസ്റ്റ് ഇയറിൽ 25,000 ആണ് ക്യാഷ് ഫ്ലോ എങ്കിൽ സെക്കൻഡ് ഇയറിൽ 26 ആവാം, 30 ആവാം, 36 ആവാം. ഇതേപോലെ തേർഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ 35,000 ആണ് ക്യാഷ് ഫ്ലോ എങ്കിൽ സെക്കൻഡ് ഇയറിൽ എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 2 വർഷത്തെ ഡാറ്റ 3 ചാൻസസ് വെച്ചിട്ട് വിത്ത് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടിങ് ഫാക്ടർ അവിടെ പറഞ്ഞിട്ടുണ്ട് 10% ആണ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ 20,000 എന്നുള്ള ക്യാഷ് ഫ്ലോ ആണ് വരുന്നത് എങ്കിൽ സെക്കൻഡ് ഇയറിൽ 3 ചാൻസ് ഉണ്ട്, 24, 35, 26. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റയൊക്കെ ആദ്യം ടേബിൾ ഫോമിൽ എഴുതുക, കോളം ഫോമിൽ എഴുതുക. പിന്നീട് പ്രസൻറ്റ് വാല്യൂ കാണുക. ഫസ്റ്റ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ, അതായത് ഫസ്റ്റ് ഇയറിലെ 20,000 എന്നുള്ള
വാല്യൂൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കുക. ടേബിൾ നോക്കിയിട്ട് ഫസ്റ്റ് ഇയറിൽ 10%ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.909 ആണ്. ഇപ്പോൾ 20,000 ഇൻറ്റു 0.909 ദാറ്റ് ഈസ് 18,180. അത് വരുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ 3 ചാൻസ് ആണുള്ളത്. 10,000 24,000 35,000 ഇത് മൂന്നിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കാണാം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ 10%ൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ വരുന്നത് 0.826 ആണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും 0.826നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8,260, 19,824, 28,910 ഇത്രയും വാല്യൂസ് കിട്ടും. ഇനി അടുത്ത കോളത്തിൽ വരുന്നത് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ, അതായത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സമ്മ്. പിന്നെ എൻ പി വി നമുക്കറിയാം ടോട്ടൽ പ്രസൻറ്റ് വാല്യൂന്ന് ടോട്ടൽ കോസ്റ്റായ 50,000 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ചാൻസ്, അതായത് 25,000 ഫസ്റ്റ് ഇയറിൽ കിട്ടിയാൽ എങ്ങനെ, പിന്നെ തേർഡ് ചാൻസ് 35,000 ഫസ്റ്റ് ഇയറിൽ കിട്ടിയാൽ എങ്ങനെ, ഇങ്ങനെ വെച്ചിട്ട് സെയിം പാറ്റേണിൽ ഡാറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് നമുക്കൊരു വർക്കിംഗ് നോട്ടായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മളിനി ട്രീയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ട്രീൻ്റെ റൂട്ടായിട്ട് ക്യാഷ് ഔട്ട്ലേ എഴുതിയിട്ടുണ്ട് 50,000. അതിൽ നിന്ന് 3 ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുന്ന 3 പ്രോബബിൾ ക്യാഷ് ഫ്ലോ 20,000, 25,000, 35,000. അതിൻ്റെയൊക്കെ താഴെ അതിൻ്റെ പ്രോബബിലിറ്റി ഫാക്ടർ കൂടി എഴുതുക. വീണ്ടും ഓരോ വഴി നമ്മളെടുത്താലും, അതായത് 20,000 ആണ് ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ എങ്കിൽ സെക്കൻഡ് ഇയറിലുള്ള ആ 3 ക്യാഷ് ഫ്ലോസ് അഗെയിൻ ബ്രാഞ്ചസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് ദെയർ പ്രോബബിലിറ്റി. അതിനുശേഷം അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം NPV കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ലാസ്റ്റ് കോളം NPVനെ അവിടെ എഴുതിയിട്ടുണ്ട്, ഓരോ ഓപ്ഷനിലെയും NPV. ഓക്കെ, അങ്ങനെ 9 NPVs അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ്. അതായത് ഇനിയാണ് ക്വസ്റ്റ്യനിലുള്ള പ്രോബബിലിറ്റീനെ നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പ്രോബബിലിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ 0.2 ആണ് 20,000, പിന്നെ 0.3 ആണ് 10,000 ക്യാഷ് ഫ്ലോൻ്റെ ഫാക്ടർ. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 0.2 ഇൻറ്റു 0.3 ദാറ്റ് ഇസ് 0.06. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റീസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ NPVനെ പ്രോബബിലിറ്റീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് NPVയും കാണിച്ചിട്ടുണ്ട്. ഇനി അവസാനം ഇതെല്ലാത്തിൻ്റെയും കൂടി സം ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി 1 ആണ് വരുന്നത്. 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി വാല്യൂ 0 to 1 ഇൻ ബിറ്റ്വീൻ ഉണ്ടാവുക. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും 100% നടക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, 1 പ്രോബബിലിറ്റി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അത് ഈ ഒരു ഡിസിഷൻ, ഈ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് നമുക്ക് ഈ കാൽക്കുലേഷൻ നിന്ന് മനസ്സിലാവുന്നത്. എക്സ്പെക്റ്റഡ് NPV വരുന്നത്, അതായത് നമ്മുടെ ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ വരുന്നത് 7,996 ഫ്യൂച്ചർ പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ഡിസിഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. 5 വീഡിയോയിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് തന്നെ നന്നായി വർക്കൗട്ട് ചെയ്യുക. ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യന് ഈ ലാസ്റ്റുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.